മക്കൾക്കും മദീനക്കും ബദറിനൊക്കെ വളരെ പ്രാധാന്യം സലഫികൾക്കുണ്ട്. സാമൂഹികമായ അവസരങ്ങളിൽ വിദ്യാഭ്യാസം, മതം, ഭരണം, ഇത്തരം കാര്യങ്ങളിൽ ആണിനും പെണ്ണിനും സോഷ്യലി ഈക്വൽ സ്റ്റാറ്റസ് ഉണ്ട്. ഓൾറെഡി അമിത ബാധ്യതയുള്ള സ്ത്രീയുടെ മുകളിൽ നമ്മൾ സാമ്പത്തികമായ ആ ഒരു ഉത്തരവാദിത്വം കൂടി 50-50 കൊടുത്താൽ അവിടെ ഇക്വാളിറ്റി വരും, പക്ഷെ അനീതി വരും. താങ്കൾ യുക്തിവാദം തെറ്റാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി യുക്തിവാദം തെറ്റാണ്. യുക്തിവാദം എങ്ങനെയാ തെറ്റാവുന്നു? മദ്യത്തേക്കാൾ കുറവാണ് കഞ്ചാവിന്റെ സൈഡ് എഫക്ട്സ്. അല്ല, അത് അതിന്റെ അതിർത്തിയാണ്. സ്വാതന്ത്ര്യം എന്താണ് എന്ന് അതല്ല, നിങ്ങൾ അത് തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. നിർബന്ധമായി നിങ്ങൾ കളിച്ചിരിക്കണം, സൂംബ കളിച്ചിരിക്കണം, ബീഫ് കഴിച്ചിരിക്കണം എന്ന് പറയുന്നത് ഫാസ്റ്റ് ആണോ അല്ലേ? ആണ്. ഈ ലോകത്തെങ്കിലും ഒരു അച്ചടക്കത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതിന്റെ പ്രാധാന്യം അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എല്ലാം ആഘോഷിക്കുക. നമ്മൾ പൊളിറ്റിക്കലി പറയുന്ന ഫ്രീഡം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വൈകാരികവും വൈചാരികവുമായ വികാസത്തിനുള്ള അനുകൂലമായ സാഹചര്യം എന്നാണ്. എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പഠിക്കാനുള്ള, ചിന്തിക്കാനുള്ള, സ്വന്തമായി ചിന്തിക്കാനുള്ള ഒക്കെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. ജിൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്നും നമ്മൾ മനുഷ്യർ മറ്റ് ജീവജാലങ്ങളോട് സഹായം തേടുന്നത് പോലെ ജിന്നുകളോടും സഹായം തേടാം. ഇസ്ലാമികമായി ചില അതിർവരമ്പുകളുണ്ട്. ആ അതിർവരമ്പുകൾ പാലിക്കേണ്ടതുണ്ട് എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ നൃത്തം അല്ലെങ്കിൽ മൊത്തത്തിലുള്ള എല്ലാ കലാരൂപങ്ങളോടും പൂർണ്ണമായും ഒരു വിയോജിപ്പ് എന്നുള്ളതല്ല പറയുന്നത്. പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ നക്ഷത്രങ്ങൾ കണക്കെ എന്നെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ വഴിയിൽ എൻ്റെ സ്വഹാബത്തുകളോട് ചോദിക്കാം.